ഹലോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം അപ്ഡേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്ഡേറ്റ് ആയപ്പോൾ നമുക്ക് പുതിയൊരു പ്ലേസും കൂടി ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ സാധനം കാണാൻ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ ആ പ്ലേസിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഫാമിലിത്തെ ഒരു കൂട്ടുകാരനും കൂടി വരുന്നുണ്ട് കേട്ടോ ആ സ്ഥലം കാണാൻ. അവന് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനത് രണ്ടാമത്തെ പ്രാവശ്യമായിട്ടാണ് കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യം ഒരു പ്രാവശ്യം പോയിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഒന്ന് സെറ്റായി ഒക്കെ കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും ആ വീഡിയോ കാണാനില്ല. എന്തോ കാരണവശാൽ ആ വീഡിയോ ഡിലീറ്റായി പോയിട്ടാ. നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോവാണ് കേട്ടോ. ഇപ്പോൾ പുതിയ സ്ഥലം വന്നോട് കൂടിയിട്ട് കുറേ പേരൊക്കെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിതൊരു വ്ളോഗ് മാതിരിയാണ് കേട്ടോ ചെയ്യണത്. കാരണം ഞാൻ ഈ സ്ഥലം കാണാൻ മാത്രമായിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഈ ബാക്കി. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഒരു മാർക്കറ്റിലേക്ക് കയറാം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റിപ്പയർ കിറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ നല്ല ഒരു അടിപൊളി ഡ്രൈവർ ആയതുകൊണ്ടേ എനിക്കെപ്പോഴും റിപ്പയർ കിറ്റ് എപ്പോഴും ആവശ്യമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വണ്ടി വഴിയിൽ നിന്നിട്ട് അങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയാവും. നമ്മുടെ പ്ലാനൊക്കെ ചുറ്റും. അതിൽ നല്ലത് നമ്മൾ റിപ്പയർ കിറ്റ് കയ്യിൽ പിടിച്ച് പോവുകയാണ്. പിന്നെ മെക്കാനിക്കൽ ജോബ് ഉണ്ട് കേട്ടോ. മെക്കാനിക്കൽ ജോബ് ചെയ്യണവർ നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ വരും. പക്ഷെ അത് കുറേ സമയം പിടിക്കും. ചിലപ്പോൾ മടുക്കും നമുക്ക് അവർ വരാൻ നേരം വൈകുമ്പോൾ. ഈ മെക്കാനിക്കൽ ജോബ് ശരിക്കും ഈ ഫസ്റ്റ് ഗെയിമിൽ കയറുന്നവരൊക്കെ ആട്ടോ ഈ മെക്കാനിക്കൽ ജോബ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വല്ല ഈവൻറ്റ് ടാസ്കിലും ചെയ്യാനുള്ള ഇതുണ്ടാവും. ഈ ഈവൻറ്റിൽ ടാസ്കൊക്കെ വരുമ്പോൾ നമുക്ക് മെക്കാനിക്കൽ ജോബ് കിട്ടും. പിന്നെ നമുക്ക് ഡെയിലി ടാസ്ക് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. അത് ഞാനൊരു ദിവസം വീഡിയോ ആയിട്ട് ഇടാം, ഡെയിലി ടാസ്ക് എങ്ങനെ ചെയ്യാൻ. ഇപ്പം എന്തോ ഒരു ബഗ് ഉണ്ട്. കാരണം ഡെയിലി അത് മാറുന്നില്ല ടാസ്കുകൾ. അപ്പം ഞാനത് ചെയ്യാറില്ല. മുമ്പ് ആദ്യമൊക്കെ ചെയ്തിരുന്നു. ഫസ്റ്റൊക്കെ ഞാൻ ഗെയിം കളിക്കുമ്പോൾ ഡെയിലി ടാസ്ക് ചെയ്തിരുന്നു. നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാനും പറ്റും ഡെയിലി ടാസ്ക്. നമ്മൾ ജോലി ചെയ്യുന്നത് ടാസ്ക് ചെയ്യുന്നത്. നമ്മളവിടെ എത്തിയിട്ടാ നല്ല അടിപൊളി എൻട്രിയാണ് കേട്ടോ അവിടെ കൊടുത്തിട്ട്. രക്ഷയില്ല. പക്ഷേ ഇവിടെ ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് വർക്കിംഗ് അല്ല കേട്ടോ. അത് നമ്മുടെ കൂട്ടുകാരവിടെ ഉണ്ട് കേട്ടോ. ഫാം മെമ്പറാണ്. അപ്പോൾ അവനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വരും. അപ്പോൾ അവ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്ഥലമൊക്കെ ഒന്ന് മൊത്തം കാണാട്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ. ഞാൻ ഒരു പ്രാവശ്യം കണ്ടതാണ്. ഇപ്പോൾ എന്താ AFK ആയി തോന്നുന്നു. അപ്പം ഞാൻ 4-5 ഇടി അടിച്ചു. എനിക്ക് ബഗ്ഗായതാണോ എന്താണെന്ന് അറിയില്ല. അല്ല, AFK ആയി. നമ്മൾ സ്ഥലമൊക്കെ മൊത്തം ഒന്ന് കാണാട്ടോ നമുക്ക്. ആദ്യം ഇവിടെ നമുക്ക് ഈ എൻട്രി വെച്ചിട്ടുള്ള കോട്ടയുടെ മേലേക്ക് കയറാൻ പറ്റും കേട്ടോ നമുക്ക്. അപ്പോൾ അതിൻ്റെ മേലെ നമുക്ക് കയറി നോക്കാം കേട്ടോ എങ്ങനെ അതിൻ്റെ വ്യൂ. അപ്പോൾ നമുക്കൊരു ബീച്ചിനോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ എൻട്രി കിട്ടിയിട്ടുള്ളത്. നമുക്ക് ബോട്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇവിടെ നോക്കുമ്പോൾ ബോട്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ കാണാനുണ്ട്. പിന്നെ കുറേ എയർ ബലൂണ് മേലുണ്ട്. നമുക്ക് എയർ ബലൂണ് മുമ്പ് വന്നിട്ടുള്ളതായിരുന്നു. പക്ഷേ എനിക്കത് വാങ്ങാൻ കിട്ടിയിട്ടില്ല ഇതുവരെ. വാങ്ങാൻ കിട്ടുകയാണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിയിട്ട് ഒരു ദിവസം വീഡിയോ ആയിട്ട് ഇടാട്ടോ. നമ്മൾ നോക്കുന്നുണ്ട് എയർ ബലൂണ് വാങ്ങാൻ കിട്ടുമെന്ന്. കുറേ പേരുണ്ട് എയർ ബലൂണ്. 2-3 ആൾക്കാരുടെയിലൊക്കെ ഞാൻ കണ്ടു. പിന്നെ ഒരു ആള് എയർ ബലൂണ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു എന്നോട് 4 എം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 മില്യൺ. ഞാനത് കൊടുത്തു.
കൊടുത്ത് നോക്കുമ്പോൾ വെറും ഏതൊരു പാട്ട വണ്ടിയായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല. എയർ ബലൂണാന്ന് വിചാരിച്ച് ഞാൻ എന്താ സംഭവം നോക്കിയില്ല. ഞാനപ്പം തന്നെ അത് ഓക്കെ കൊടുത്തു. അപ്പോൾ അത് പോയി. അപ്പോൾ എയർ ബലൂണല്ല, ഒരു പാട്ട കാർ കിട്ടി. അത് ഞാൻ എന്ത് ചെയ്തു, അത് ഞാൻ വിൽക്കുകയും ചെയ്തു. ആ സ്റ്റേറ്റിന് കൊടുത്തത് കാശ് പോയി, അത് വേറെ കാര്യം. ആ സ്റ്റേറ്റിന് കൊടുത്തപ്പോൾ ആകെ 7 ലക്ഷം രൂപ കിട്ടിയത്. എൻ്റെ 4 mm പോയി. നമ്മൾ ബീച്ച് സൈഡ് എത്തിയില്ല. ബീച്ച് സൈഡ് എത്തുമ്പോൾ നമുക്കിവിടെ ഈ നമ്മുടെ കോവയിലൊക്കെ പോകുമ്പോൾ കാണാതെ ഈ കോട്ടയൊക്കെ വെച്ചിട്ട് ഈ നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോൾ അല്ല, ഞാൻ വീഡിയോ കണ്ടിട്ടില്ല, ഞാൻ പോയിട്ടില്ല. അവിടെയൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് ഇതേമാതിരി കോട്ട വെച്ചിട്ട് അതിൻ്റെ അടിയിൽ കിടക്കാനുള്ള സെറ്റപ്പ്, ഇരിക്കാനുള്ള സെറ്റപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ മേലേക്ക് ഒന്ന് കയറി നോക്കാം കേട്ടോ, എന്താ നോക്കി നോക്കാം. ഇത് ഇതൊന്നും ഓപ്പൺ അല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് നമ്മുടെ ഗേൾ ഫ്രണ്ടിനൊക്കെ ആയിട്ട് വരുമ്പോൾ ചില്ല് ചെയ്യാൻ കുറച്ച് നല്ല പ്ലേസുകളാണ് കേട്ടോ ഇവിടെയൊക്കെ. നമുക്ക് ബോട്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. ഇത് ഓപ്പൺ ആകുമ്പോൾ ചിലപ്പോൾ ബോട്ടിങ് ഉണ്ടായിരിക്കും, ഇതേമാതിരി എയർ ബലൂണിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈവൻ്റ് പോലെ ആവാനും വഴിയുണ്ട്, എങ്ങനെയാണ് കൃത്യമായിട്ട് അറിയില്ല. അത് ഇനി കൂടുതൽ അപ്ഡേഷൻ വരുമ്പോൾ നമുക്കറിയാൻ പറ്റുള്ളൂ. അവിടെ പുതിയ വീടുകൾ തുറന്നിട്ട് ഞാനൊരു ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ എൻ്റെ സൗണ്ടിൽ സംസാരിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ വെറുതെ ട്യൂൺ ഇട്ടിട്ട് ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഇതുവരെ ഓപ്പൺ ആയിട്ടൊന്നുമില്ല. പക്ഷെ അത് അടുത്ത അപ്ഡേഷനിൽ അല്ലെങ്കിൽ ഈവൻറ്റുകളിലൊക്കെ ചിലപ്പോൾ നമുക്കത് ഗിഫ്റ്റായിട്ടൊക്കെ തരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇവർ. പിന്നെ അവിടെ ഒരു ഹോട്ടലും മാതിരിയൊക്കെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ഹെലി പാർക്കിങ്ങിൻ്റെ സ്ഥലമൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, മൊത്തത്തിൽ നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ ആൾ അവിടെ അതിൻ്റെ മേലെ കയറിയിട്ടുണ്ട് കേട്ടോ, ഹോട്ടലിൻ്റെ മേലെ. ഇത് ഓപ്പണൊന്നുമല്ല കേട്ടോ, ഹോട്ടൽ ഓപ്പണൊന്നുമല്ല, ഹോട്ടലാണെന്ന് തോന്നുന്നു. കാണുമ്പോൾ ഒരു ഹോട്ടൽ ലുക്കൊക്കെ ഉണ്ട്. ഇനി വേറെ എന്തെങ്കിലും ഗെയിമോ അങ്ങനെ ഈവൻ്റ് എന്തെങ്കിലും വരാനോ. നമുക്ക് അവിടെ ഒരു റേസിങ്ങിന് പറ്റിയൊരു ട്രാക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഈ റേസിങ്ങിൻ്റെ സ്ഥലത്ത് പോകണതിൻ്റെ വഴിയിൽ തന്നെ ഇവിടെ എന്തോ സമ്മർ റഷ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 3D ലുക്കിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റേസിൻ്റെ ട്രാക്ക് കൂടെ ആയിട്ടാണ് പോണത്. റേസിൻ്റെ ട്രാക്ക് കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും റേസിംഗ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും ഈവൻ്റ് വരാനുണ്ടായിരിക്കും. അതായിരിക്കും ഇവർ ഇങ്ങനെ റേസിംഗ് ട്രാക്കൊക്കെ ഇട്ടിട്ടുള്ളത്. നമുക്ക് എന്തായാലും പുതിയ അപ്ഡേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. എന്തായാലും അടുത്ത അപ്ഡേഷൻ എന്തായാലും ഉറപ്പായിട്ട് ഈവൻ്റ് ഉണ്ടായിരിക്കുന്നത് 100% ഉറപ്പാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊരു പ്ലേസ് അവർ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ട്രാക്കിൻ്റെ സൈഡിൽ നമ്മുടെ ഒരു ഫാം മെമ്പർ നിൽക്കുന്നുണ്ട് കേട്ടോ. AFK ആയിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ നമുക്കത് അറിയണ്ടായിരുന്നില്ല, മേലെ AFK എന്നൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യം കയറാനൊക്കെ പറഞ്ഞിട്ട് ഒന്നും മൈൻഡൊന്നുമില്ല. അതിനോട് ഞാൻ പേര് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ നെയ് മാറ്റും. പിന്നെ അടിക്കുന്നുണ്ട് കേട്ടോ, അടിച്ചു നോക്കുന്നുണ്ട്. അവന് ഹെൽത്ത് കുറയണമെന്നില്ല. അപ്പോൾ അവൻ AFK ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോവാണ് പറഞ്ഞു.
അപ്പോൾ കൂട്ടുകാരെ നമ്മൾ റേസിംഗ് ട്രാക്കിൽ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പോൾ നമ്മുടെ സൈഡിൽ കുറേ ഡെസ്കും ബെഞ്ചൊക്കെ ഉണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഒരുക്കിയിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ മുമ്പിൽ ബ്ലാക്ക് പാന്തർ ഫാമിൻ്റെ ഒരു മെമ്പറിൻ്റെ വണ്ടിയാട്ടാ പോണത്. ഈ ഡെസ്കും ബെഞ്ചും ഒരുക്കിയിട്ട് കുറേ സ്ഥലം കിട്ടാം, കുറേ പേർക്ക് വന്നിട്ട് ഇരിക്കാം. അപ്പോൾ നമ്മൾ ഗേൾ ഫ്രണ്ടിനൊക്കെ ആയിട്ട് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ് കേട്ടോ അത്. ബീച്ചിൻ്റെ സൈഡിൽ കുറേ നേരം വന്ന് വർത്താനം പറയാട്ടോ അവരായിട്ട്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ശരിക്കും ഒരു രക്ഷയില്ല കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ കുറേ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടല്ലേ എൻട്രൻസ് ഒരു രക്ഷയില്ല. ശരിക്കും ഒരു ഈവൻ്റ് വരുന്ന പോലെ തന്നെ സമ്മറിനെ പ്രതീക്ഷിച്ചിട്ട് ഒരു ഈവൻ്റ് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഇവർ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈവൻ്റ് വരും എന്ന് നമുക്ക് വിശ്വസിക്കാം കേട്ടോ. ഈവൻ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാസ്കൊക്കെ ചെയ്തിട്ടായാലും നമുക്ക് കുറച്ച് പൈസ കയ്യിൽ വരുള്ളൂ. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാരെ വേറൊന്നുമില്ല, ബായ്.